പീഡാനുഭവത്തിലും കുരിശുയാത്രയിലും പങ്കെടുത്തവരെയും ദൃക്സാക്ഷികളായവരെയും നമ്മുടെ നോമ്പോട് ചേർത്ത് ധ്യാന വിഷയമാക്കുന്ന ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് തെല്ല് ഭീതിയോടും വെറുപ്പോടും കൂടി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പടയാളികളെ കുറിച്ചാണ്. നിയമജ്ഞരും ഫരിസേയരും തയ്യാറാക്കി നിർത്തിയ ജനക്കൂട്ടത്തിന്റെ ആരവങ്ങളിൽ വശംവദനായ പീലാത്തോസ് കൈകഴുകി മാറിയപ്പോൾ ആ ന്യായാധിപൻ യേശുവിനെ ക്രൂശിക്കുന്നതിനായി മൗനാനുവാദം നൽകുകയാണ് ചെയ്തത്. പിന്നീട് ശിക്ഷ നടപ്പാക്കാനായി നിയുക്തരായവരാണ് പടയാളികൾ. അവരെ നിക്ഷിപ്തമായ ദൗത്യം ചെയ്തതല്ല അവരുടെ തെറ്റ്. പിന്നെയോ അവർ അതിനെ ആഘോഷമാക്കി മാറ്റി. ഒരു മനുഷ്യൻ വേദന അനുഭവിക്കുന്നത് മറ്റൊരു മനുഷ്യൻ ആസ്വദിക്കുന്നുവെങ്കിൽ അത് തികച്ചും ക്രൂരമാണ്, പാപമാണ്. ചാട്ടവാറിനടിച്ചും കുന്തത്താൽ കുത്തിയും ചവിട്ടി നിലത്ത് വീഴിച്ചും അവർ ക്രൂരവിരോധങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അസഹ്യമായ വേദനയിലുണ്ടായ ഓരോ ദീനരോധനങ്ങളും പട്ടാളക്കാർ ആസ്വദിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ ക്രൂരമായ ആസ്വാദ്യത നമ്മളിൽ കടന്നുകൂടാറുണ്ടോ? ഒരുവൻ ആപത്തിൽപ്പെടുമ്പോൾ അവൻ അങ്ങനെ തന്നെ വരണമെന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാറുണ്ടോ? എങ്കിൽ സംശയിക്കേണ്ട, ഈ പടയാളികൾ നമ്മുടെ ഉള്ളിലും സജീവമാണ്. നിയമം നടപ്പാക്കാൻ നിയുക്തരായ ധാരാളം പേരുണ്ട്. ഒരുപക്ഷെ ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ പലരും അങ്ങനെയുള്ളവർ ആകാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലിക്കപ്പുറം ആരെയെങ്കിലും ഉപദ്രവിക്കാനായി നിയമത്തെയോ അവസ്ഥയെയോ അവസരത്തെയോ നമ്മുടെ സ്ഥാനങ്ങളെയോ സ്ഥാനമാനങ്ങളെയോ വിനിയോഗിച്ചാൽ നിങ്ങൾ സ്വയം ശിക്ഷ ഇരുന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. തെറ്റിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും വലിയവരെ രക്ഷിക്കാനും അവരുടെ സിമ്പതി നേടാനും പ്രതികരണശേഷിയില്ലാത്തവരുടെ ശിരസിൽ കുറ്റം കെട്ടിവെക്കുന്നതും ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നിയമക്കുരുക്കിൽപ്പെടുത്തുന്നതും ഒരു വിനോദമായി മാറ്റുന്നവർ എണ്ണി എണ്ണി കണക്ക് നൽകേണ്ടുന്ന കാലം വിദൂരമല്ല. കാരണം പ്രതികരണശേഷിയില്ലാത്തവരുടെ വക്കാലത്തെടുക്കുന്നവൻ ദൈവമാണ്. ദരിദ്രന്റെ ഗതികേടിനെ മുതലാക്കുന്നവരും കടക്കിണിയിലായവരുടെ സ്വത്തുക്കൾ അവസരം മുതലാക്കി സ്വന്തമാക്കുന്നതും എന്ന് വേണ്ട, കിട്ടിയ അവസരം ഒരുവനെയോ ഒരു കുടുംബത്തെയോ ഒരു സമൂഹത്തെയോ നശിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്ന എല്ലാവരും യേശുവിന്റെ കുരിശുമരണം ആഘോഷമാക്കി മാറ്റിയ പടയാളികൾക്ക് തുല്യരാണ്. വിശുദ്ധമായ ഈ നോമ്പുകാലത്ത് മേൽപ്പറഞ്ഞ വിധത്തിലോ ഇതിനോട് ചേരുന്ന തരത്തിലോ നമ്മിൽ ഒരു സ്വഭാവമോ ചിന്തയോ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് അവയെല്ലാം ഉപേക്ഷിച്ച് സഹോദരനെ നമ്മെപ്പോലെ കാണാനും അവന്റെ വേദനകളെ നമ്മുടെ വേദനകളാക്കി മാറ്റാനും നമുക്ക് കഴിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.